നമസ്കാരം. നടി എന്ന നിലയിൽ തന്റെ ആദ്യ ചുവടുകൾ വയ്ക്കുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ ഇപ്പോൾ സിനിമയേക്കാൾ കൂടുതൽ വാർത്തകളിൽ നിറയുന്നത് മറ്റൊരു കാരണത്താലാണ്. അഭിനയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്ന കടുത്ത സൈബർ ബുള്ളിങ്ങിനാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങേണ്ടി വന്ന വിസ്മയ ഇപ്പോഴും അതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. മോഹൻലാലിന്റെ മകളായതിനാൽ തുടക്കം മുതൽ തന്നെ വിസ്മയയ്ക്ക് വലിയ ശ്രദ്ധയാണ് ലഭിച്ചത്. എന്നാൽ ആ ശ്രദ്ധയിൽ വലിയൊരു പങ്കും അഭിനന്ദനങ്ങളായിരുന്നില്ല. ഓരോ പൊതുപരിപാടിയിലും പ്രത്യക്ഷപ്പെടുമ്പോഴും ഓരോ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും വിമർശനങ്ങളും പരിഹാസങ്ങളും കൂടെ എത്തുന്ന അവസ്ഥയാണ്. വിസ്മയ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം തുടക്കം റിലീസിനൊരുങ്ങുകയാണ്. സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ പങ്കെടുത്ത വിസ്മയയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. എന്നാൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളേക്കാൾ കൂടുതൽ ആളുകൾ സംസാരിച്ചത് വിസ്മയയുടെ ശരീരഭാഷയെക്കുറിച്ചും സംസാര ശൈലിയെക്കുറിച്ചുമായിരുന്നു. വീഡിയോ പുറത്തു വന്നതോടെ നിരവധി പേർ പരിഹാസ കമന്റുകളുമായി രംഗത്തെത്തി. എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, സ്പ്രിങ് വിഴുങ്ങിയോ, ഇത്ര ഇളക്കം എന്തിനാണ്, ഇവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നിങ്ങനെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് പലരും പറയുന്നത്. ചിലർ ബോഡി ഷെയ്മിങ്ങിലേക്കും കടന്നു. രൂപത്തെയും ശരീരത്തെയും താരതമ്യം ചെയ്ത് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളും നിറയുന്നുണ്ട്. ചിലർ അതിലും കടന്ന് അച്ഛൻ്റെ സ്വാധീനത്തിലാണ് സിനിമയിലെത്തിയത് എന്നും ഇത് ആദ്യത്തെയും അവസാനത്തേതും സിനിമയായിരിക്കുമെന്നും അഭിനന്ദിക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള കമന്റുകളും പറയുന്നുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ വിസ്മയുടെ ഭാവിയെക്കുറിച്ച് വിധി എഴുതുന്ന തരത്തിലായിരുന്നു പല പ്രതികരണങ്ങളും. ഇതോടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും സജീവമായി. ഒരു പൊതുവേദിയിൽ നിൽക്കുന്ന ഒരാളുടെ ശരീരഭാഷയെ മാത്രം നോക്കി ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയത്. ഒരാളുടെ ചലനങ്ങളെയോ സംസാര രീതിയെയോ പരിഹസിക്കുന്നത് സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമാണെന്നും നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിസ്മയക്കെതിരായ ഇത്തരം വിമർശനങ്ങൾ ഇതാദ്യമല്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജെൻസി പ്രതിഷേധത്തെ പിന്തുണച്ചുകൊണ്ടുള്ള തന്റെ നിലപാട് തുറന്നു പറഞ്ഞപ്പോഴും വലിയ സൈബർ ആക്രമണമാണ് വിസ്മയ നേരിട്ടത്. ആ വിഷയത്തിൽ പലരും വിമർശിച്ചെങ്കിലും അതൊന്നും തന്നെ ബാധിച്ചില്ലെന്ന് വിസ്മയ പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആളുകൾ എന്ത് പറഞ്ഞാലും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്നായിരുന്നു വിസ്മയയുടെ ആ വിഷയത്തിലെ പ്രതികരണം. തന്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്നും അതുകൊണ്ട് വിമർശനങ്ങളെ ഭയക്കില്ലെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വീണ്ടും വലിയ ചർച്ചയായി. ചിലർ വിസ്മയെ പിന്തുണച്ചപ്പോൾ ചിലർ കൂടുതൽ വിമർശനങ്ങളുമായി രംഗത്തെത്തി. അതിനിടെയാണ് ഇപ്പോൾ ട്രെയിലർ ലോഞ്ച് വീഡിയോയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സൈബർ ആക്രമണങ്ങളും ശ്രദ്ധ നേടുന്നത്. എന്നാൽ വിമർശനങ്ങൾക്കൊപ്പം പിന്തുണയും വിസ്മയയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. കുട്ടി ആദ്യമായാണ് ഇത്ര വലിയ വേദിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് കൈകാലുകൾ ഇളക്കുന്നതെന്നും പറയുന്നവരുണ്ട്. നല്ല നിഷ്കളങ്കമായ പെൺകുട്ടിയാണ്, താരജാടയില്ല, വളരെ സിമ്പിളാണ് എന്നിങ്ങനെ നിരവധി പേർ പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. ചിലർ പറയുന്നത് ഒരു പുതുമുഖ നടിക്ക് ആദ്യ പൊതുവേദിയിൽ ഉണ്ടാകുന്ന ഭയവും പരിഭ്രമവുമാണ് പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്നാണ്. ക്യാമറകൾക്കും വലിയ ജനക്കൂട്ടത്തിനു മുൻപിൽ ആദ്യമായി സംസാരിക്കുമ്പോൾ പലർക്കും സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ തന്നെയാണിതെന്നും അവർ പറയുന്നു. ഇതിനൊപ്പം മറ്റൊരു പ്രധാന ചർച്ചയും ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ശരീരഭാഷയെയോ രൂപത്തെയോ അടിസ്ഥാനമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അനുമാനിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്നത്. പ്രത്യേകിച്ച് ഒരു സിനിമ പോലും റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഒരു പുതുമുഖ താരത്തെ ഇത്തരത്തിൽ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ശരിയായ രീതിയാണോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. സിനിമയിലെ അഭിനയത്തെ വിലയിരുത്തുന്നതും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും രണ്ടാണെന്നാണ് പലരുടെയും അഭിപ്രായം. ഒരു കലാകാരന്റെ പ്രകടനത്തെ വിമർശിക്കാം, എന്നാൽ ശരീരത്തെയും രൂപത്തെയും സ്വാഭാവിക പെരുമാറ്റത്തെയും പരിഹസിക്കുന്നത് വിമർശനമല്ല, സൈബർ ബുള്ളിംഗ് ആണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം പറയുന്നത്. തുടക്കം റിലീസിനൊരുങ്ങുന്നതിനിടെ വിസ്മയുടെ അഭിനയമാണ് ഇനി പ്രേക്ഷകർ വിലയിരുത്തുക. എന്നാൽ അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളും അധിക്ഷേപങ്ങളും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു പുതുമുഖ നടിക്ക് ഇത് കരിയറിന്റെ തുടക്കമാണ്. ആ തുടക്കം സിനിമയിലൂടെയാണോ ശ്രദ്ധിക്കപ്പെടുക അതോ സൈബർ ബുള്ളിങ്ങിലൂടെയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം.